Namaskaram. To kickstart the show, let's welcome our comedy emperor, Ramesh Pishardi. Ramesh ഏട്ടാ, നമസ്കാരം. നമസ്കാരം. ഫൺസ് അപ്പോൺ എ ടൈം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ പ്രതിഭകൾ ഒരുപാട് പേരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടു വിജയിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ആത്മാർത്ഥമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പണ്ട് നമ്മൾ ചില ഇന്ന കാസറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇന്ന പരിപാടിയിൽ ചെയ്യാൻ പറ്റിയാൽ അത് നമ്മുടെ ഒരു കലാജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഞാനൊക്കെ വന്ന സമയത്ത് 4 ശമ്പളം മേടിക്കുന്ന കലാകാരൻ. 4 എന്ന് പറഞ്ഞാൽ 1000 രൂപ. ഒരു സ്റ്റേജിന് 1000 രൂപ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുമല്ലോ, ഇത് എന്നാണ് ഇത് 4 മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ ഒരു പ്രോഗ്രാമിന് പോയി. അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ അവതാരകനായി പോയി അവതരണമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കടപ്പാടുള്ള പലരിൽ ഒരാളാണ് ആദ്യമായിട്ട് എനിക്ക് 1000 രൂപ തികച്ചൊരു പരിപാടിക്ക് തരുന്നത്. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് 1000 രൂപ തന്ന ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി വരുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹാസ്യാത്മകമായിട്ടുള്ള പരിപാടികളുടെ വിധികർത്താവായിട്ടിരുന്നിട്ടുള്ള ഒരാളാണ്. താൻ വളരുന്നതോടൊപ്പം ഒരുപാട് കലാകാരന്മാരെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വളർത്തിയിട്ടുള്ള ഒരാളാണ്. ഇന്ന് അദ്ദേഹം മലയാളത്തിലെ ചലച്ചിത്ര മേഖലയിലെ അവിഭാജ്യനായിട്ടുള്ള ഒരു നടനാണ്, മിമിക്രി താരമാണ്. അദ്ദേഹത്തിൻ്റെ വേണേൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി മലയാളത്തിൻ്റെ ആ പ്രിയപ്പെട്ട താരത്തെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ടിനി ടോം. തിരിച്ചേട്ടാ, നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയെ പറ്റി 2 വരി എന്താണ് പറയാനുള്ളത്? അല്ല, യഥാർത്ഥത്തിലൊരു നേരം പോക്കുകൾ എന്നാണ് ഇത് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് തമാശകൾ പറയും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അത് നന്നായിട്ട് പറയാൻ കഴിയുന്നവർക്ക് നല്ല ആക്ടേഴ്സ് ആയിരിക്കും, യാതൊരു സംശയമില്ല. കാരണം അതിനൊരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ ജോണി ആൻ്റണി ചേട്ടൻ അഭിനയിച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. പുള്ളി മാറി എന്നിട്ട് പറയുന്ന തമാശകൾ ഭയങ്കര രസമാണ്. എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കും. അപ്പോൾ പുള്ളി ചെറിയ അതിൻ്റെ അകത്തൊരു വേഷം ചെയ്യുന്നുണ്ട്. വേഷം ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു ആക്ടറായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് വിശ്വാസമില്ല. ഇപ്പം എന്നെ കാണുമ്പോഴും ഇനി അന്ന് ഭയങ്കര പ്രോത്സാഹനം തന്നെ. അതാണ് കേട്ടോ, അതും എനിക്ക് ഭയങ്കര സ്പിരിറ്റായി. അത് ഇനി ഞാൻ ആക്ടറാണെന്ന് പറഞ്ഞു. അതുപോലെ ഉള്ള ഒരാളാണ് VM ബിനു എന്ന് പറഞ്ഞൊരു ഡയറക്ടർ. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നീ അടുത്ത പടത്തിൽ അവസരം കൊടുത്തു നോക്കിയോ, പുള്ളി ഷൈൻ ചെയ്യും. അതുപോലെ തന്നെ TR റസാഖ് സാർ ഉണ്ടായിരുന്നു, അത് മരിച്ചു. അത് എത്ര രസികരാണെന്ന് അറിയോ, അത് ഉഗ്രൻ ആക്ടറായി മാറേണ്ടതായിരുന്നു. ബ്രേക്കിംഗ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ, ഇയാൾ ഇത്രയും നർമ്മബോധമുള്ള ആളാണോ നമ്മൾ സംശയിക്കുന്ന ഒരാളുടെ പേരൂടെ പറയാം, ലിജോ ജോസ് പെല്ലിശ്ശേരി. ഈ ജോണി ചേട്ടൻ്റെ കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഗാനാന്തരം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് കാണുമ്പോൾ ഞാനും ഇതിൻ്റെ ഡയറക്ടർ ഹരിയും കൂടെയാണ് ഞങ്ങൾ അതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം, ഹരി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ പുള്ളി എന്നോട് ചില അഭിപ്രായങ്ങൾ അറിയും. ഇത് ചെയ്യും. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോണി ചേട്ടനോട് വന്നിട്ട് പറയാം, ഇത് ഗാനഗന്ധർവനാണേലും എനിക്ക് സേതുരാമയ്യര ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സേതുരാമയ്യരുമായിട്ട് ഇതെന്താ ബന്ധം? അല്ല, ഈ മമ്മൂക്കയും മുകേഷ് ചേട്ടനും കൂടെ ചാക്കോ അന്ന് രാമപുരത്ത് മഴ പെയ്തത് ഇത്ര മണിക്കായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന പോലെ നീയും കാര്യം കൂടെ നിന്നിട്ട് കേസ് അന്വേഷിക്കുന്ന പോലെ എന്ന് പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഓരോ സീനും പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റെപ്പ്, അതായത് പിഷാരടിയുടെ ഒരു കോൺസെപ്റ്റും അരിയുടെ ഒക്കെ ചേർന്നിട്ടൊരു കോൺസെപ്റ്റാണ് മിമിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അതിനെ തള്ളിപ്പറയല്ല, വന്ന വഴി മറക്കുകയല്ല, അത് മോക്കിംഗ് ആണ്. പക്ഷേ ഈ പറയാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ആക്ടറിനെ പറ്റുള്ളൂ. അപ്പോൾ ഒരു അടുത്ത ഗിയർ ഷിഫ്റ്റാണ്, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ചാൻസാണ്. എനിക്കതായിട്ടാണ് തോന്നിയത്. കാരണം അതിൽ നിന്നൊരു വേറിട്ടൊരു ചിന്ത, വേറിട്ടൊരു പാതയാണ്. അപ്പോൾ അതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടിനി ചേട്ടാ. നമുക്ക് അവിടെ ഇരിക്കാം. അങ്ങനെ രമേശ് ചേട്ടനും ടിൻ ചേട്ടനും സെറ്റിൽ ആയിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പെർഫോമറെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ലെറ്റ്സ് വെൽക്കം ദി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഇടവേള റാഫി കലാഭവൻ. റാഫി ചേട്ടൻ, അദ്ദേഹം ഒരു സീരിയൽ താരമാണ്, കലാഭവനിലെ മിമിക്രി അധ്യാപകനാണ്. ആൻഡ് ഇപ്പോൾ ദേ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എത്തിയിരിക്കുന്നു. ഒരുപാട് സന്തോഷം. നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും കടക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറേ നാടൻ തമാശകൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്ത് തൃക്കണാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ ഞാൻ കാര്യം പറയാം, ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്. എൻ്റെ വൈഫ് സാബിറ എന്നാണ് പേര്.
കല്യാണം കഴിച്ചിട്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും മാമന്മാരെ വീട്ടിലേക്കും അമ്മായിയുടെ വീട്ടിലേക്കൊക്കെ വിരുന്ന് പോക്ക് നമുക്ക് സാധാരണ ആണല്ലോ. വീട്ടിലേക്ക് വിരുന്ന് ചെന്നപ്പോൾ ആ വീട്ടിൽ സാധാരണ ചെറിയ 3-4 ചെറിയ ചെക്കന്മാർ, മലപ്പുറം ഭാഷ പറയും കുറേ വികൃതി ചെക്കന്മാർ, കുരുത്തം കെട്ട ചെക്കന്മാർ 3-4 ഉണ്ട്. ഒരു 7 വയസ്സ് 6 വയസ്സ് 8 വയസ്സ് പ്രായമുണ്ട്. ചെന്ന ഉടനെ തന്നെ ഞാൻ ബൈക്ക് കൊണ്ട് നിർത്തിയ ഉടനെ തന്നെ ഒരുത്തൻ ഓടി വന്ന് ബൈക്കിൽ കയറിപ്പോട്ട് ബൈക്കും സ്റ്റാൻഡ് കൂടെ കടകടകടച്ചൻ മറിഞ്ഞു വീണു. അവൻ്റെ കാലും സൈലൻസർ ചെറുതായിട്ട് പൊള്ളും ചെയ്തു. രണ്ടാമത്തെ ഒരുത്തൻ, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, അപ്പോൾ ഷൂ ഒക്കെ ഇട്ടാണ് വളരെ ഡീസൻ്റായിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ഒരുത്തൻ ഞാൻ ഷൂ അയച്ചു വെച്ചിട്ട് കയറിയിരിക്കായിരുന്നു. ആ ഷൂവിൻ്റെ 2 ലൈസും തമ്മിൽ കൂട്ടിക്കെട്ടി അവൻ ആ ഷൂ ആയിട്ട് ഒന്നിനെ നായ വന്നപ്പോൾ നായനെ എറിഞ്ഞു ഷൂസ് പോയി. ആ സമയത്ത് കണ്ടോ മൂന്നാമത്തെ ഒരുത്തപ്പോൾ ആ പ്രദീപ് ഇരിക്കുന്ന പോലെ വളരെ സൈലൻ്റായിട്ട് ഒരാൾ ഇങ്ങനെ ജാതി ഇരുത്തിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ചെക്കന്മാർ നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? നിങ്ങൾ വികൃതി കാണിക്കാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ കാണിക്കണം? ആ ചെക്ക ഇരിക്കുന്നുണ്ട്, ആ ചെക്കനെ പോലെ നിങ്ങൾക്ക് പാവായിട്ട് ഇരുന്നാൽ എന്താ? ഒരു മനുഷ്യ കയറുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ കുട്ടികളെ നന്നാവേണ്ടേന്ന്. ആ പാവം നീച്ച എന്താ പറഞ്ഞെന്നറിയോ? ഇക്ക് പനിച്ചിട്ട് വയ്യാട്ടവിടെ പന്നിന്ന്. ആ ഇരിക്കുന്നവനാണ് ലോക തോൽവി അവനാ. അപ്പോൾ അമ്മായി സ്വാഭാവികമായിട്ട് ഓർലിക്സ് ഒക്കെ ഒരു 4-5 ഗ്ലാസ്സിൽ ഓർലിക്സ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഓർലിക്സ് നാടൻ കോഴിമുട്ട പുഴുങ്ങി, നല്ല നാടൻ കോഴിമുട്ട. തിരിച്ചേട്ടൻ അറിയാലോ നാടൻ കോഴിമുട്ട പുഴുങ്ങിയാണ് ടേസ്റ്റ്. എന്താ ടേസ്റ്റ്? ചെന്ന് ഓർലിക്സ് എടുത്തു. അപ്പോൾ ഈ പറയപ്പെട്ട ഒരുത്തൻ, ആ കുരുത്തം കിട്ടുന്നറിയില്ല, നേരത്തെ ചീത്ത പറഞ്ഞ ഒരുത്തൻ മെല്ലെ ഒരു ബൈക്ക് ഓടിക്കണം പോലെ ഓടി വന്നു, ഒരു കോഴിമുട്ട എടുത്തിട്ടും ഒറ്റ പോക്ക പോയി. അപ്പോൾ അതിൽ ബാക്കി 4 കോഴിമുട്ട ഉണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് അത് ചെക്ക എടുത്തോട്ടെ പാവല്ലേ. അടുത്തത് ഞാൻ പറയടി, ആ ചെക്കൻ വരുമ്പോഴത്തേന് കഴിക്കാൻ നോക്കിയിട്ടൊക്കെ വിശക്കുന്നുണ്ട്, വേഗം നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായികൾ വിചാരിച്ച എന്താണെന്നറിയോ? അമ്മായികൾ നിൽക്കണ കാരണം ഞാൻ കഴിക്കാത്ത നാണായിട്ടാണ്. അപ്പോൾ അമ്മായികൾ അകത്തേക്കാണ് പോയി. പിന്നെയും കണ്ടിട്ട് ചെക്ക 2 ചെക്കന്മാരെ കൂട്ടി വേണ്ടുന്നിട്ട് 2 കോഴിമുട്ട അടിച്ച് മാറ്റി ആ പോക്കും പോയി. ലാസ്റ്റ് ഒരു കോഴിമുട്ട ഉള്ളത്. ഞാൻ എടുക്കാൻ നേരത്തെ തന്നെ ചെക്കൻ വന്നാൽ ഞാൻ ചെക്കൻ്റെ കൈ ഒറ്റപ്പെടുത്താണ് പിടിച്ചു. അപ്പം അമ്മായി എന്താ പറഞ്ഞേരം അകത്ത് നോക്കിയിട്ട്, മോനെ 4 തിന്നില്ല, അതാ കുട്ടിക്ക് കൊടുത്താളേന്ന്. പിന്നെ എന്തിനെങ്ങനെയാണ് വിരുന്ന് വന്നിക്കണത്? കുട്ടിക്ക് കൊടുത്തോളൂ എന്ന് പറയുന്നൊരു സാധനമേ. എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ട്രെയിനിൽ വരികയാണ്. അപ്പോൾ ഇവൻ ഈ സ്പ്രൈറ്റ് പോലത്തെ എന്തോ ഒരു കുടിക്കുന്ന സാധനത്തിൽ സ്മോൾ മിക്സ് ചെയ്തിട്ട് ചെറിയ ഇത്രയുള്ളൊരു കുപ്പിയും കയ്യിൽ വെച്ചിട്ട് നല്ല സാധനമായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ട്, അതിലൊരു ചെറിയ ചെറുക്കുണ്ട്. ഇവൻ കുറേ നേരമായിട്ട് എന്താണെന്ന് മനസ്സിലായി. ഇയാൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ അടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പുള്ളി കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, അതേ ഇച്ചിരി സ്പ്രൈറ്റ് ഇവന് കൊടുക്കാവോ? അവൻ കുറേ നേരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുക, ഒന്ന് കൊടുക്കാവോ? ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ, സ്മോളല്ലേ ഇത്? ഇത് പറഞ്ഞാലും പ്രശ്നം, കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായി. അപ്പോൾ ഈ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു 1.5 ലിറ്റർ സ്പ്രൈറ്റ് മേടിച്ചു തരാം. ഇപ്പം ഒരു തുള്ളി ഈ ചെറുക്കന് കൊടുക്കാൻ പുള്ളി പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നീ ട്രെയിനിൽ ഇപ്പുറത്തിരുന്ന 4-5 പേരെ, തനിക്കൊക്കെ കണ്ണിച്ചോരുണ്ടോ, താനൊക്കെ ഒരു മനുഷ്യനാടോ, താനൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് വളർന്നല്ലേടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനെ നിൽക്കുക ഒറ്റപ്പെടുത്തിട്ട് കുറേ നേരമായപ്പോൾ ഇയാളെ ഒന്നും മിണ്ടാണ്ട് കേട്ടിരുന്നിട്ട് ജനലിൽ കൂടി എറിഞ്ഞിട്ട് ആരും കുടിക്കേണ്ടത്. റാഫി ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാൻ വരുമല്ലോ ഇവിടെ കലാമനിൽ വരുമ്പോൾ ആദ്യം എന്തായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ല, ആദ്യം ഞാൻ ബേസിക്കലായിട്ട് പഠിപ്പിക്കുന്നത് കുറേ ശബ്ദാനുകരണങ്ങളാണ്. കേട്ടാൽ കൗതുകമുള്ള, കേട്ടാൽ നമുക്ക് എപ്പോൾ ഓർമ്മ വരുന്ന ഒരു 250-ൽ പര ശബ്ദങ്ങളാണ് പഠിപ്പിക്കുന്നത്. വീഡിയോ കാസറ്റ് എൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിലൊരു മാമൻ വന്നിട്ട് ചെക്കൻ്റെ കയ്യിൽ കൊടുത്തു. അന്ന് വീഡിയോ ഇറങ്ങിയ കാലം, നമ്മൾ ആൻറ്റി ക്യാമറ ഉണ്ടല്ലോ, ആൻറ്റി ക്യാമറ ഇറങ്ങിയ കാലഘട്ടമാണ്. അങ്ങനെ ക്യാമറ കൊടുത്തപ്പോൾ മാമൻ്റെ ഒരു ബകയിൽ ചെക്കൻ്റെ അടുത്ത് ചോദിച്ചു, ഏട്ടാ എനിക്കിത് എടുക്കാനറിയോ? ഞാൻ 2 മാസം ശമ്പളം മാറ്റി വെച്ചിട്ട് കല്യാണത്തിന് വേണ്ടി വാങ്ങിയ വീഡിയോ ആണ്, ഉഷാറാക്കണം. ഉഷാറല്ലോ എന്ന് ചോദിച്ചാൽ ഉഷാറാണ് നമുക്കറിയാം, ബഷീർ ഖാൻ്റെ കല്യാണത്തിന് ഞാനല്ലേ എടുത്തിരുന്നത്. പരിചയം ഉണ്ടല്ലേ? അങ്ങനെ സ്വാഭാവികമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന് വീഡിയോ കാസറ്റ് കാണാൻ വെച്ചാൽ നമുക്ക് എല്ലാ കൗതുകമായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. പുതിയാപ്പിളും പുതിയ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, കോയിറച്ചും പത്തിലൊക്കെ തിന്നിട്ട് ഇങ്ങനെ വീഡിയോ കാസറ്റ് കാണുകയാണ്. വീഡിയോ കാസറ്റ് അപ്പോൾ ഞാൻ പുതിയാപ്പിളായിട്ട് ഇങ്ങനെ വരികയാണ്, നടന്നിങ്ങനെ വരുന്നു, ടവലൊക്കെ തലയിലിട്ട് കൊണ്ട് നടന്നു വരുന്നു. വന്നപാട് ആൾ കയ്യായിരുന്നു. അപ്പോൾ ഒരു ബൊക്കെ തരും. ഞങ്ങളുടെ നാട്ടിൽ കാല് കഴുകുന്നൊരു പരിപാടിയുണ്ട്, കിണ്ടി കൊണ്ട് കാലേക്ക് കയറ്റുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ കിണ്ടി തരുന്ന ചെക്കൻ കിണ്ടി തരുന്നു. കിണ്ടി തന്നോട് കൂടി കിണ്ടി വെള്ളം തലയെ കൂടെ ഒഴിച്ച പോലൊക്കെ ഇങ്ങനെ തോന്നല് പെട്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാമൻ ഓടി വരുന്നു, മാമനെ കെട്ടിപ്പിടിക്കുന്നു. മാമൻ തല കുത്തനാക്കി ഇങ്ങനെ നടക്കുന്ന പോലെ ഇങ്ങനെ കേട്ടു വീഡിയോ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ മാമൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ എടുത്ത ചെക്കനെ അടുത്തിരിക്കുന്നുണ്ട്. അവനെ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്ത പോലെ ഇങ്ങനെ റിയാക്ഷൻ ഇട്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. യാതൊരു ഐഡിയ ഇല്ല. ഇവൻ പറഞ്ഞു, മാമ എഡിറ്റ് ചെയ്തോലെ സംഭവിച്ചേക്കാരം, എൻ്റെ അടുത്ത് തെറ്റില്ല മാമ, ഞാൻ നന്നായിട്ട് എടുക്കണല്ലേ, മറ്റേ കല്യാണം ഞാൻ എടുത്തല്ലേ. അങ്ങനെ കുറേ കഥകൾ പറഞ്ഞു. ഇവൻ ലാസ്റ്റ് എന്താ സംഭവം എന്നറിയോ? ഇവൻ്റെ വിചാരത്തിനകത്തേക്ക് ഒരു കൈയിട്ട് ഇതിൽ കൂടെ നോക്കിയാൽ മാത്രമേ ഷൂട്ടാവുന്നുള്ളൂ.
കല്യാണ വീട്ടിൽ കല്യാണ കാസറ്റ് പിടിക്കുന്ന സമയത്ത് ഈ ക്യാമറ തൂക്കി അവൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ ക്യാമറ തൂക്കിയിട്ട് അവൻ നടക്കുന്നു. ഈ ചെക്കനും പെണ്ണും വരെ കാറ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ആകെ ഒരു സീനായിരുന്നു. അപ്പോൾ ഈ പൊട്ടൻ്റെ വിചാരം നോക്കിയാൽ മാത്രമേ ഷൂട്ടാവുള്ളൂ. അങ്ങനെ വലിയൊരു അബദ്ധം പറ്റി. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു നേഴ്സുണ്ട്. അപ്പോൾ ഈ നേഴ്സിൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തെ ഇടയ്ക്കിടയ്ക്ക് KCB-യിലൊക്കെ വിളിച്ച് പരാതി പറയും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ ടെസ്റ്റർ എടുത്തിട്ട് അതിനകത്ത് കുത്തിയിട്ട് പുറത്തെടുത്തിട്ട് കത്തുണ്ടോയെന്ന് നോക്കും ഇടയ്ക്കിടയ്ക്ക്. ഇത് കത്തുമല്ലോ. നേഴ്സായതുകൊണ്ട് ഈ തെർമോമീറ്റർ വായിൽ വെച്ച് കൊടുത്തിട്ട് ഇത് പുറത്തെടുത്തിട്ടല്ലേ നോക്കുന്നത്. അതുപോലെ ടെസ്റ്റിന് കുത്തി നോക്കുന്നു അതിനകത്ത്. അബദ്ധങ്ങൾ പറ്റുന്ന ഇപ്പോൾ സിസ്റ്റർക്ക് പറ്റിയ വലിയൊരു അബദ്ധം പറ്റി. അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്ന മറ്റ് ചില ആളുകൾ എൻ്റെ വീട്ടിനടുത്ത് എൻ്റെ കല്യാണ കാസറ്റ് കണ്ട വീട്ടിൽ നിന്ന് മറ്റൊരാൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ വീട്ടിൽ ആൾ പറഞ്ഞു, പിന്നെ അടുത്ത വീട്ടിൽ കാരണവരാണ് ആൾ പറഞ്ഞു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട്. അന്ന് 36 രൂപ ഫിലിമിനുള്ള കാലഘട്ടമാവും. ഈ കൊടാക്കട ഫിലിം സ്ലിക്ക് നടിക്കുന്ന ക്യാമറ അടിക്കുന്ന കാലമാണ്. 36 രൂപയല്ല, 36 ഫിലിം ഉണ്ടാവുള്ളൂ. അതിന് 110 രൂപ. 110 ആ കാലഘട്ടമാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, ചേട്ടാ ഈ ഒരു കാര്യം ചെയ്തോ, ഈ വലിയ ഫോമാക്കാൻ നിന്നിട്ട് കണ്ണി കണ്ടാരൊക്കെ കൂടെ നിന്ന് ഞാൻ പലരും കൂടെ കൈ കൊടുക്കും, പലരും ഞാൻ സീറ്റിൽ ഇരുത്തും, അവരൊന്നും ഫോട്ടോ എടുക്കാൻ നിൽക്കരുത്. എൻ്റെ കയ്യിൽ കായ് ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞാൽ തരാൻ. ഇപ്പോൾ വലിയൊരു ആൽബം കൊടുന്നാൽ ഞാൻ അടങ്ങാറാവും. ഈ ഒരു കാര്യം ചെയ്യാം, ഞാൻ കൈ കൊടുത്ത് ഞാൻ സിഗ്നൽ കാണിക്കും ഒപ്പം നിന്നുകൊണ്ട്, അവരെ മാത്രം ഫോട്ടോ എടുത്താൽ മതി അറിഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ ആചാരം അതിലപ്പുറം ഞാൻ ചെയ്യൂല, ഒക്കെ അറിയാം ലക്കങ്ങളടുത്ത് കായില്ലാത്തവർ അറിഞ്ഞല്ലേ, അതിലപ്പുറം ഞാൻ ചെയ്യില്ല അറിഞ്ഞു. അങ്ങനെ ഈ ആൾക്കാർ വരുന്നു. അപ്പോൾ ആൾ കൈ കൊടുക്കും. അപ്പോൾ ചെക്കൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് റെഡ് ആയിട്ട് നിൽക്കുകയാണേ. എപ്പോഴാണ് ക്ലിക്ക് ചെയ്യണം ആചാര്യ സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആചാര്യ പറഞ്ഞു മൈൻഡാണ്, അവർ മൈൻഡാണ്. അപ്പോൾ ചെക്കൻ മനസ്സിലായി വേണ്ട. അടുത്ത ടീം വരുന്നു, ആചാര്യ കൈ കൊടുത്തു. അപ്പോൾ ആചാര്യ വെറുതെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ചെക്കൻ ക്ലിക്ക് എടുത്തു. അങ്ങനെ അതിർപ്പത്തിൽ വലിയ പേജിൽ അങ്ങനെ മറിക്കണം, വലിയ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു ആൽബമാണ്. ആ ആൽബം ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ എല്ലാ ഫോട്ടോയിലും ആചാര്യ സകല ഫോട്ടോ എടുത്തപ്പോൾ ആചാര്യ ഇങ്ങനൊക്കെ ഞങ്ങളുടെ ഈ പണ്ടത് ഫോട്ടോ ക്ലിയർ ആവണമെങ്കിൽ അനങ്ങരുത്. നമ്മുടെ ഒന്ന് അനങ്ങിയാൽ ഈ ഫോട്ടോ ഫോക്കസ് ഔട്ട് പോലെ ആവുമല്ലോ, അനങ്ങാണ്ടിരിക്കണമല്ലോ. അപ്പം അന്ന് അതുപോലെ തന്നെ ഈ നമ്മളെ പിടിച്ചിരിക്കും, നമുക്കൊന്നും ഇരിക്കാനൊന്നും അറിയത്തില്ല, നമ്മളെ കയറ്റി ഇരുത്തിയിട്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുപ്പെന്ന് പറയുന്നത് ഇപ്പോഴും 3 മിനിറ്റ് കൊണ്ട് പാസ്പോർട്ട് കിട്ടുന്ന സമയമല്ലോ. അപ്പം ഇയാൾ വന്നിട്ട് ഒരു ഇരുത്തുണ്ട്, ഷർട്ടൊക്കെ വിളിച്ചിരുത്തി ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അപ്പാപ്പനെ കൊണ്ടുവന്നിട്ട് പുള്ളി അവിടെ ചെന്ന് നോക്കിയിട്ട് വന്നിട്ട് താടി ഇങ്ങനെ പിടിച്ചു വയ്ക്കും, ഇവിടെ തല ഇങ്ങനെ തട്ടി വയ്ക്കും, ഇത് ഇങ്ങോട്ടൊന്ന് തട്ടി വയ്ക്കും. അങ്ങനെ കൃത്യമായിട്ട് അനങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ബാക്കിൽ പോയിട്ട് ഇതിനകത്തോടെ നോക്കിയിട്ട് ഓക്കെ എടുക്കാൻ പോവാണേ, റെഡിയല്ലേ എന്ന് ചോദിച്ചു. വിളി റെഡിന്ന് അതിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, മാജിക്ക് അതിപ്പോൾ കുറച്ച് മാജിക്കൊക്കെ കാണിക്കാറുണ്ടല്ലോ യാത്രക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് പോകുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാജിക്ക് കഴിയുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡപ്പ് മാജിക്ക് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഒരു ഐറ്റം മാജിക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രണ്ട് കൈ, ഈ വെലത്തെ കൈ നിന്ന് ഫ്രണ്ടിലേക്ക് പിടിച്ച എല്ലാവരും സ്പോട്ട് അല്ല വെലത്തെ കൈ എല്ലാവരും ഫ്രണ്ടിലേക്ക് പിടിക്കണേ. ഓക്കെ, മാജിക്കാണേ. ഒന്നിങ്ങനെ കാണിക്കൂ, ഇനി ഇടത്തോട്ട് സ്പീഡിൽ കാണിക്കൂ. ഓക്കെ, അപ്പം നിങ്ങൾ ടാറ്റ എന്ന സ്ഥിതിക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ. ഞാൻ ടിനിച്ചേട്ടന് ടാറ്റ കൊടുത്ത് പോയൊരു കാര്യം പറയാം. ഞാനും ടിനിച്ചേട്ടൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അപ്പം ഞങ്ങളൊരു പരിപാടിക്ക് പോയപ്പോൾ പോണ വഴിക്കാനായിട്ട് ടിനിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം ടിനിച്ചേട്ടൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ സർപ്രൈസായിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കയറി ഇടുന്ന പുള്ളി ടിനി എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ രണ്ടരും കൂടെ ആനയിച്ചകത്തുകൊണ്ട് ചായയൊക്കെ തന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി നേരെ ഞങ്ങളെ അകത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോ കളക്ഷൻ എടുത്തു. ഇപ്പം നിങ്ങൾ ആൽബത്തിനെ പറ്റി ഇത്ര പറഞ്ഞോടെ ഞാൻ പറയുന്നത്. പുള്ളി ഒരു ആൽബം എടുത്തു. ടിനി നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ഫോട്ടോ നിൻ്റെ കയ്യിലില്ലല്ലോ, എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പിന്നെ പേജ് മറിച്ചു കുറച്ച്, നമ്മൾ 1ാം ക്ലാസ്സിലെ നമ്മളുടെ ഫോട്ടോ. എന്നിട്ട് ഇവർ 1ാം ക്ലാസ്സിലെ കുറേ ഓർമ്മകൾ പങ്കുവെക്കും. എനിക്കൊന്നും പറയാനില്ല, ഇവർ തമ്മിലാണ് കൂട്ടി, ഞാൻ ബോറടിച്ചിരിക്കുകയാണ്. പിന്നെ പുള്ളി നമ്മളുടെ 2ാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോ, 2ാം ക്ലാസ്സിലെ ആ ടീച്ചറിന് ഓർമ്മയില്ലേ എന്നും പറഞ്ഞ് ഇവർ തമ്മിൽ 1 മണിക്കൂർ കഥ പറയും. പിന്നെ അടുത്ത് 3ാം ക്ലാസ്സിലെ ഫോട്ടോ എടുത്തു. പിന്നെ 3ാം ക്ലാസ്സിലെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു, എനിക്കൊരിച്ചിരി തിരക്കുണ്ട്, ഞാൻ ഇറങ്ങുകയാണ്. എന്നിട്ട് ഞാൻ പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്നേരം 6 മണിക്ക് പരിപാടി സ്ഥലത്ത് എത്താറായപ്പോൾ ടിനിച്ചേട്ടനെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ, ടിനിച്ചേട്ടാ നിങ്ങൾ പുറപ്പെട്ടില്ലേ, പരിപാടി സ്ഥലത്തേക്ക് വരണ്ടേ, പരിപാടി കാണില്ല. ഞാൻ ടിനിച്ചേട്ടാ ഇവിടെ 8ാം ക്ലാസ് ആയിട്ടുള്ളൂ, ഞാനത് കഴിഞ്ഞിട്ട് വരാമെന്ന്. വൺസ് അപ്പോൺ എ ടൈമിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി താങ്കൾ ഒരിക്കലും റിട്ടയർ ആവില്ല. ഒരു അധ്യാപകനാണ്, ഈ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിന്ന് റിട്ടയർ ആവില്ല.
നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രസൻറ്റബിൾ ആകുക എന്നതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. നിങ്ങൾ ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുക, ആ ഒരു ധൈര്യം. ഇപ്പോൾ എത്രയോ കോടി ആൾക്കാരുണ്ട്, അതിൽ നിങ്ങൾ എത്രയോ നേരം ഈ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നു, അതാണ് സൗന്ദര്യം. അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലയിടത്തുള്ള ചില ഭാഷയുടെ വ്യത്യാസങ്ങളാണ് ചില വിഷയങ്ങൾ. അങ്ങനെ ഒഴൂർ കൃഷ്ണൻ എന്ന് പറഞ്ഞ കലാഭവനിലുണ്ടായിരുന്ന കൃഷ്ണൻ ജൂനിയർ മാള. അപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് കുറുവട്ടശ്ശേരി സ്ഥലത്തെ വീട് തിരൂര് കുറേ കാലം മുമ്പ് ചെന്നു. പുള്ളി പോയി മിമിക്രിയും കാര്യങ്ങളൊക്കെ നിർത്തി പുള്ളിയുടെ ഐസ്ക്രീമും അതുപോലെ മിൽമ ബൂത്ത് അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഏജൻസിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു നാടൻ ചങ്ങാതിനൊക്കെ വെച്ച് കണ്ടു. ഏട്ടാ ഈ കൃഷ്ണൻ്റെ വീട് ഏത് കൃഷ്ണനാണ്? തെങ്ങേക്കാരപ്പന കൃഷ്ണനാണ്? അല്ല ആ കൃഷ്ണനല്ല ഏട്ടാ, പണ്ട് ഈ മിമിക്രിയൊക്കെ ചെയ്തിരുന്ന കൃഷ്ണൻ്റെ ഇത് ആ മാലയുടെ മോന്താക്കണ കൃഷ്ണനാണ്. ആ അത് മാലയുടെ മോന്ത, ആ അതെന്നാ കൃഷ്ണൻ. ഓനിപ്പോൾ മാളപ്പണിയല്ലേ, ഓനക്ക് ഐസ്ക്രീമിൻ്റെ പണിയല്ലേ ഇത്? മാളപ്പണിയല്ല, മാളപ്പണിയല്ല, ഐസ്ക്രീമിൻ്റെ പണിയല്ലേ. ഞങ്ങളുടെ ട്രൂപ്പിൽ സിനോജ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതിൽ തന്നെ അങ്ങ് ഇപ്പം ചില ആർജകൾ ഈ 10 മണി കഴിഞ്ഞാൽ ആങ്കർമാർ വരുമല്ലേ, പ്രണയഭാവങ്ങൾ മൃദുലമാക്കാൻ എന്നൊക്കെ പറയും. അതുപോലത്തെ ടോണൊക്കെ ഇട്ട് അപ്പം തന്നെ കുളിര് പോയിരിക്കുന്ന ഒരുത്തനാണ് ഈ സിനോജ് എന്ന് പറയുന്ന ആങ്കർ. അപ്പോൾ സിനോജ് ഈ സ്റ്റേജിൽ മൈക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം സൈഡിലായിട്ട് 2 കമ്മിറ്റിക്കാർ നിന്ന് സംസാരിക്കുവാണ്. അതേ പറയെടുക്കാൻ പോയ ആന വരണ്ടോന്ന് കേൾക്കുന്നുണ്ട്, ഉറപ്പല്ല, സംശയമുണ്ട് എന്നൊക്കെ പറയുന്നത് പുള്ളി കേട്ട ഉടനെ തന്നെ പുള്ളിക്കൊരു വാർത്ത കിട്ടിയില്ല. പുള്ളി പെട്ടെന്ന് ഒരു ആവേശത്തിന് സുഹൃത്തുക്കളെ ആന വരണ്ട ഉത്സവപ്പറമ്പിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എണീറ്റ ഓടിയില്ല, ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര ഓട്ടം. ഈ കമ്മാറ്റിക്കാർ ഇത് കേട്ടത് ഇവൻ താൻ ആരോട് ചോദിച്ചിട്ടോ ആന വരണ്ട, ഞാൻ ഒറ്റ അടി കൊടുത്ത് അടിക്കൊണ്ട് സിനോജ് ഇങ്ങോട്ടിങ്ങ് വന്നു. നേരെ മൈക്കിനടുത്തേക്ക് വന്നിട്ട് സുഹൃത്തുക്കളെ ആന വരണ്ടിട്ടില്ല, അതെല്ലാം അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്നതാണ്. അതുപോലെ ട്രെയിനിൽ ഞാൻ നോക്കുമ്പോൾ ഒരു നോർത്തിലൊരു പരിപാടിക്ക് പോയപ്പം അപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരാളെ കൊണ്ടുവിടാൻ ഒരു 10-12 പേര് വന്നിട്ടുണ്ട്. ഭാര്യയുണ്ട്, അമ്മാവനുണ്ട്, എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ കയറ്റി വിടുകയാണ്. അപ്പോൾ കയറ്റി വിടുമ്പോൾ ആ പുള്ളി ആ ഡോറിൽ നിന്നിട്ട് ലാസ്റ്റ് റൗണ്ട് ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അമ്മാവനൊക്കെ ഭാര്യയ്ക്കും പുള്ളിക്കും കൂടിച്ചൊരു പ്രൈവസി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. അമ്മ കരയണോ വേണ്ടതെന്ന് സംശയിച്ച് നിൽക്കുന്നു. അപ്പം പെട്ടെന്ന് ട്രെയിൻ ഹോൺ അടിക്കുന്നു, സിഗ്നൽ മാറി, ട്രെയിൻ അങ്ങ് എടുക്കുന്നു. ഇത് അതിൻ്റെ പീക്കിലെത്തി, എല്ലാവരും കൂടെ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഈ ട്രെയിൻ എടുത്ത് ഇവർ കൈ ഇങ്ങനെ പിടിച്ച് ദിൽവാലയുടെ ക്ലൈമാക്സ് പോലെ പിടിച്ച് ഈ ട്രെയിൻ ഒരു 3 മീറ്റർ ഓടിയിട്ട് അങ്ങ് നിർത്തി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ ട്രെയിൻ പോണത്. ഈ കൊണ്ടുവിടാൻ വന്നവരൊക്കെ പതുക്കെ അമ്മാവൻ എന്നാ പിന്നെ ഞാനൊന്ന് ട്രഷറി വരെ പോകണം, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് പോയി. ഭാര്യക്കാണെങ്കിൽ ആ ഇട്ട കരച്ചിൽ രണ്ടാമത് എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയത്തിന് ഭാര്യ നിൽക്കുന്നു. അമ്മ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് വേറെ 2 മേടിച്ചു കൊടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ബാഗും കയറ്റി 1 മണിക്കൂറായിട്ട് ഈ ട്രെയിൻ പോണമില്ല. ചീഞ്ഞാളിഞ്ഞ ആ സീൻ മൊത്തം പോയി. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ടാറ്റാമേ തുടങ്ങിയ കഥകളാണ് എല്ലാവരും കൂടെ. ഇയാളുടെ വിലപ്പെട്ട സമയം ഇനി ഞങ്ങളായിട്ട് കളയുന്നില്ല. അപ്പോൾ റാഫി ചേട്ടന്റെ ഒരു ഗംഭീരമായ പെർഫോമൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ടിനി ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ചിരിപ്പിക്കാനും ചിരിക്കാനും കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പോസിറ്റീവ് വൈബ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പിടി പോസിറ്റീവ് വൈബ് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മനോഹരമായ മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം. Until then, it's bye from Once Upon a Time.